BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. Malabar Gold and Diamonds. Celebrate the beauty of life. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ലൂണാസ്, പാദங்களுக்குമുണ്ട് ആസൈകൾ. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. കെ പി വർക്കി ആൻഡ് സൺസ്, കാക്കനാട് ജുവലേഴ്സ്, തൊടുപുഴ, പെരുമ്പാവൂർ, കട്ടപ്പന, അടിമാലി, കോതമംഗലം. പാരമ്പര്യത്തിനൊപ്പം വിശ്വാസവും. Monarch Furniture near Hotel Lambadi, Rotary Junction, തൊടുപുഴ. Be different with desire. Desire. Colorical Bazaar near Private Bus Stand, തൊടുപുഴ. ചരിത്രം തിരുത്തിയ പ്രൗഢി, The White House, മനക്കാർ ബൈപ്പാസ്, തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന, മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ കളറിക്കൽ ഇന്റർനാഷണൽ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ്, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. ക്രേവ്സ് ഡെന്റൽ ക്ലിനിക്, അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ വണ്ണപ്പുറത്തെ ഏറ്റവും വലിയ ദന്താശുപത്രി. ആധുനിക സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുള്ള നീതി ഡയഗ്നോസ്റ്റിക് സെന്റർ ഇപ്പോൾ മൂവാറ്റുപുഴ റോഡിൽ, തൊടുപുഴ ഭീമ ജംഗ്ഷനിലും. 2 ലക്ഷത്തിൽ പരം കോട്ടൺ ശ്രേണികളുമായി ഭാരതം ഒരുമിക്കുന്നു ഒരു കോട്ടൺ ഉത്സവത്തിനായി. നമസ്കാരം. BBC പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് സുവർണ ജൂബിലി ആഘോഷ സമാപന സമ്മേളനം നടന്നു. മന്ത്രി PJ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ബാർ കൗൺസിൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ജോസഫ് ജോണിന് ഇടുക്കി ഡിസ്ട്രിക്ട് കോർട്ട് ബോർഡ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കേരള സംസ്ഥാന യൂത്ത് കമ്മീഷന്റെയും യൂത്ത് ഡിഫൻസ് ഫോഴ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മദ്യം, മയക്കുമരുന്ന്, സൈബർ കുറ്റകൃത്യങ്ങൾക്ക് എന്നിവയ്ക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് 4ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. മുനിസിപ്പൽ ചെയർമാൻ AM ഖാലിദ് സല്യൂട്ട് സ്വീകരിച്ചു. ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ജയകൃഷ്ണൻ പുതിയടത്തിനെ തെരഞ്ഞെടുത്തു. കേരള കോൺഗ്രസ് എം അംഗമാണ് ജയകൃഷ്ണൻ. വാർത്തകൾ വിശദമായി. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് സുവർണ ജൂബിലി ആഘോഷ സമാപന സമ്മേളനം നടന്നു. വഴിത്തലയിൽ പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ മന്ത്രി PJ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സേവന രംഗത്തുള്ള പ്രവർത്തനങ്ങൾ, പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം ശ്രദ്ധ വെച്ച് പ്രവർത്തിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെയും അംഗങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവരുടെയും സഹകരണം തേടിയിട്ടുണ്ട് എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലായി. എല്ലാവരും സഹകരിച്ചിരിക്കുന്നു. ഈ പഞ്ചായത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് PC ജോർജ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഈ പഞ്ചായത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു.
പഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ജോസഫ് വാഴക്കൻ MLA സുവനീർ പ്രകാശനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെയ്സി തങ്കച്ചൻ, മുൻ MP K ഫ്രാൻസിസ് ജോർജ്, മുൻ MLA PC ജോസഫ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലമ്മ ജോസ്, DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ MT തങ്കച്ചൻ, ജോയി അഗസ്റ്റിൻ, ഏലിക്കുട്ടി മാണി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റെനീഷ് മാത്യു, ജോബി മാത്യു, മിനി ടോമി, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ S സുരേന്ദ്രൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് സുവർണ ജൂബിലി ആഘോഷ സമാപന സമ്മേളനത്തിന് മുന്നോടിയായി വഴിത്തല പാറയിൽ നിന്നും സാംസ്കാരിക ഘോഷയാത്ര നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ, വൈസ് പ്രസിഡന്റ് ഡെയ്സി തങ്കച്ചൻ എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ADS പ്രവർത്തകർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വഴിത്തല യൂണിറ്റ് അംഗങ്ങൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, വഴിത്തല സീക്കോ ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ഘോഷയാത്രയിൽ 1001 കുടുംബശ്രീ പ്രവർത്തകരും അണിനിരന്നു. ഘോഷയാത്രയോട് അനുബന്ധിച്ചുള്ള ടാബ്ലോ മത്സരങ്ങളിൽ 1ഉം 2ഉം സ്ഥാനം നേടിയവർക്ക് 5001 രൂപ, 3001 രൂപ ക്യാഷ് അവാർഡ് നൽകി. മേളങ്ങളുടെ മേലാളൻ ചെണ്ടമേളം, നാടൻ കലാരൂപങ്ങൾ, അനുഷ്ഠാന കലകൾ, ഇരുചക്രവാഹന പ്രച്ഛന്ന വേഷങ്ങൾ എന്നിവ അണിനിരക്കുന്ന വണ്ണാഭമായ ഘോഷയാത്ര ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. വഴിത്തലയുടെ ആത്മാവിനെ പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് പുറപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ സുവർണ ജൂബിലിയിൽ ആഘോഷങ്ങളുടെ സമാപനം കുറിക്കുന്ന ചരിത്രം വിളിച്ചു സമാപനം കുറിക്കുന്ന മുഖ്യ പ്രഭാഷണം സംസാരിക്കും. സുവർണ ജൂബിലിയുടെ സവനയും പ്രഭാഷണം ബഹുമാനരായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്നൊക്കെ ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. സാംസ്കാരിക ഘോഷയാത്ര സമാപന സമ്മേളനം. മഹാസമ്മേളനത്തിൽ ബഹുമാനരായ സംസ്ഥാന മന്ത്രി മഹാസമ്മേളനം സംസ്ഥാന മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് സുവർണ ജൂബിലി ആഘോഷ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് അഖില കേരള അടിസ്ഥാനത്തിൽ വനിതകളുടെ ശിങ്കാരിമേള മത്സരം നടന്നു. നിരവധി ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. 1ാം സമ്മാനം നേടിയ ടീമിന് 10,001 രൂപയും 2ാം സമ്മാനം നേടിയ ടീമിന് 5,001 രൂപയും ക്യാഷ് അവാർഡ് നൽകി. നെല്ല് കൊയ്യാൻ മാത്രമല്ല കറ്റ കെട്ടാനും യന്ത്രങ്ങളുണ്ട്. ആലക്കോട് അഞ്ചിരിപ്പാടം കൊയ്യാനെത്തിയത് ഇത്തരമൊരു യന്ത്രമാണ്. കൊയ്ത്തുകാർ ദിവസങ്ങളോളം എടുത്ത് ചെയ്തിരുന്ന പണി ഈ യന്ത്രം മണിക്കൂറുകൾ കൊണ്ട് തീർത്തു. കൊയ്ത്തുപാട്ടുമില്ല, കാറ്റമതിയുമില്ല. ഏക്കർ കണക്കിന് നെൽപ്പാടം കൊയ്തെടുക്കുവാൻ പട്ടാമ്പിക്കാരൻ ശശികുമാർ മാത്രം. കൊയ്ത്തുകാരൻ ദിവസങ്ങളോളം എടുത്ത് നെല്ലു കൊയ്തെടുത്തിരുന്ന അഞ്ചിരിപ്പാടത്ത് ഇപ്പോൾ കൊയ്യാനും മെതിക്കാനുമൊക്കെ യന്ത്രം എത്തി തുടങ്ങി. മണിക്കൂറുകൾ കൊണ്ട് നെല്ലും പതിരും തിരിച്ചു തരും ഈ യന്ത്രങ്ങൾ. പാടത്തേക്കിറങ്ങുന്ന ഈ 4 ചക്രവണ്ടി ആദ്യം നെൽക്കതിരുകൾ വെട്ടിയെടുക്കും. അപ്പോൾ തന്നെ നെല്ല് വേർതിരിച്ച് കച്ചി മറുവശത്തൂടെ പുറത്തേക്ക് വരും. വണ്ടി വീണ്ടുമെത്തി കച്ചികൾ വലിച്ചെടുക്കും. യന്ത്രത്തിൽ കയറിയിറങ്ങുന്ന കച്ചികൾ പുറത്തേക്കെത്തുന്നത് മനോഹരമായ കെട്ടുകളായി. ഒരു കെട്ട് 15 മുതൽ 18 കിലോ വരെ ഉണ്ടാകും. ഇത്തരത്തിലുള്ള ഒരു കെട്ടിന് 35 രൂപ വരെയാണ് വാങ്ങുന്നത്. കാര്യക്ഷമമായി പാടശേഖരത്തെ കൃഷി ഇറക്കുവാൻ കർഷകർക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം ഒന്നാമതായിട്ട് കാലാവസ്ഥ, രണ്ടാമത് തൊഴിലാളികളുടെ
ലഭ്യത കുറവ്. കുടുംബശ്രീ മുഖേനയും കൃഷി നിലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കൃഷി ഇങ്ങനെ പുരോഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതും കൃത്യമായി ചെയ്യുവാൻ സാധിക്കാത്തത് യന്ത്രങ്ങൾ സമയത്ത് കിട്ടാതെ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിന് ഈ ആലക്കോട് കൃഷി വകുപ്പിൽ തന്നെ ഒരു യന്ത്രം അത്യാവശ്യമാണ്. അതിനുള്ള പാടശേഖരങ്ങൾ ഈ 3 സമിതികൾക്കായിട്ടുണ്ട്. പാടം കൊയ്യാനും മെതിക്കാനും കച്ചകെട്ടാനും ആളെ കിട്ടാത്തതിനാലാണ് താൻ ഇവിടെ യന്ത്രങ്ങൾ എത്തിച്ചതെന്ന് ശശികുമാർ പറഞ്ഞു. വൈക്കൽ കച്ചവടം വേണ്ടി വന്നതാണ്. കൊയ്ത്ത് മിഷന്റെ കൊയ്ത് വൈക്കലാണ് കിട്ടുക. ഇവിടെ കർഷകർ വിളിച്ചിട്ട് വന്നതാണ്. ഇവിടെ ഇതിന് വൈക്കലിന് ആരും ഇല്ലാത്ത കാരണം, ചീഞ്ഞു പോകുന്ന കാരണം ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ ആളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ആദ്യമായിട്ട് വരികയാണ്. ഒരു കെട്ടിന് 35 രൂപയാണ് വാങ്ങുന്നത്. ഒരു കെട്ട് 15 മുതൽ 18 കിലോ വരെ ഉണ്ടാവും. ഇത് വണ്ടിയുടെ പേര് ജോൺ ഡീർ 4 വീലാണ്. ചളിയിലും പോവും, ടയറും കേജ് വീലൊന്നും വേണ്ട, ഓടും. ചെളിയിലും ഈ വണ്ടിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ആവശ്യത്തിന് കൊയ്ത്തു തൊഴിലാളികൾ ലഭിക്കാത്തതും കൂലിപ്രശ്നവുമാണ് യന്ത്രങ്ങൾ പാടത്തിറങ്ങാൻ കാരണം. സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക്കിൽ നിന്ന് രാജിവെച്ച കോൺഗ്രസ് എസിൽ ചേർന്നവരുടെ ലയന സമ്മേളനം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ കാലിക്കറ്റ് കോളേജ് ഹാളിൽ കോൺഗ്രസ് എസ് സംസ്ഥാന പ്രസിഡന്റ് രാമചന്ദ്രൻ കടന്നപ്പള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയം നേരിട്ടുകൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ സംഘർഷങ്ങളും സംഘാതങ്ങളും നിറഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഒന്നിനേക്കായി പറയും. ലോകാരാധ്യയായ ലോകമാതാവ് എന്നറിയപ്പെടുന്ന മദർ തെരേസ, ആ മദർ തെരേസ മതപരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. വർഗീയ ശക്തിയുടെ വക്രങ്ങൾ ഇവിടെ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപനം ഭാരതീയ സംസ്കാരത്തിനും ഭാരതത്തിന്റെ പാരമ്പര്യത്തിനും ഇന്ത്യൻ ദേശീയതയ്ക്കും ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും നാടിന് അപമാനമുണ്ടാക്കുന്ന പരിഹാസ്യമായ ഒരു മതഭ്രാന്തിന്റെ പ്രഖ്യാപനമാണ്. മദർ തെരേസയെ കുറിച്ചുള്ള വിവരമൊന്നും ലോകത്തിന് ആവശ്യമേ ഇല്ല. അതുകൊണ്ട് ഞാൻ സാഹസത്തില്ല. ദുഃഖിതരുടെയും ആനന്ദഹീനരായിട്ടുള്ളവരുടെയും രോഗബാധിതരുടെയും ഡോക്ടർ PC അച്ചൻകുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അനിൽ ആഞ്ഞിലി, മാത്യൂസ് കോലഞ്ചേരി, PG ഗോപി, PK വിനോദ്, PP അനിൽകുമാർ, CS രാജേന്ദ്രൻ, M മനോജ് കുമാർ, PK രാജു, CM അസീസ്, സുഭാഷ് രാഘവൻ, ജോൺസൺ വഴിത്തല, അജിത മാണി, ജയൻ കുരുമ്പയിൽ, MN പ്രകാശ്, KK ഭാസ്കരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള ബാർ കൗൺസിൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ജോസഫ് ജോണിന് ഇടുക്കി ഡിസ്ട്രിക്ട് കോർട്ട് ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തൊടുപുഴ ഉല്ലാസ് ടവറിൽ നടന്ന സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരളയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശ്രീ ജോസഫ് ജോൺ, അത് വലിയ ഒരു അംഗീകാരമാണ് അദ്ദേഹത്തിന്. ഈ അവസരത്തിൽ തൊടുപുഴയിലെ എല്ലാ അഭിഭാഷകരുടെയും നാമത്തിലും മറ്റു പൗര ജനങ്ങളുടെയും നാമത്തിൽ അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. കൂടുതൽ വിവരങ്ങളിലേക്ക് വരുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചു. പൊന്നാട അണിയിക്കുന്നു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസി ജേക്കബ് വേരനാനി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജഡ്ജി K ജോർജ് ഉമ്മൻ മുഖ്യ പ്രഭാഷണം നടത്തി. നാഷണൽ ക്രിക്കറ്റ് അക്കാദമി ചെയർമാൻ അഡ്വക്കേറ്റ് TC മാത്യു, അഡീഷണൽ ജില്ലാ ജഡ്ജി P മാധവൻ, സീനിയർ അഭിഭാഷകരായ KT തോമസ്, EK ജോസഫ്, MM തോമസ്, CM ടോമി ചെറുവള്ളി, EA റഹീം, ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ജോളി വട്ടക്കുഴി, ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് TJ മൈക്കിൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. അഡ്വക്കേറ്റ് വിജയമോഹൻ സ്വാഗതവും അഡ്വക്കേറ്റ് ഷിയാസ് നന്ദിയും പറഞ്ഞു.